ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലെ. അപ്പൊ എല്ലാ മക്കളും നമ്മുടെ EVS ഇത് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ EVSന്റെ ഏറ്റവും ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു മക്കളെ വയലും വനവും അഥവാ ഫീൽഡ് ആൻഡ് ഫോറസ്റ്റ് അല്ലെ. ആ ഒരു യൂണിറ്റിൽ നമ്മൾ അഡാപ്റ്റേഷൻ, അതായത് അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? യെസ്, ആ ഒരു നമ്മുടെ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് നമ്മളൊന്ന് ചെയ്ത് പഠിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു പഠന പ്രവർത്തനങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചെറിയ ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. തവളയെ അണ്ണാനിൽ നിന്നും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സവിശേഷതയാണ്? അതായത് വിച്ച് ഓഫ് ദി ഫോളോവിങ് പെക്യുലാരിറ്റീസ് ഡിഫറൻഷിയേറ്റ് ദ ഫ്രോഗ് ഫ്രം ദി സ്ക്യൂറൽ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് ആനിമൽ ആണ്, ഒന്ന് അണ്ണാനും ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് എന്താണ് നമ്മുടെ സ്വന്തം തവളയും ഉണ്ട് അല്ലെ. ഈ അണ്ണാനും തവളയുമായിട്ട് ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നമുക്ക് ചോദ്യത്തിൽ കാണുന്നത്. തവളയെ അണ്ണാനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഏത് സ്പെഷ്യാലിറ്റി ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഭക്ഷിക്കുന്നു, അതായത് ഈറ്റിംഗ് ഫുഡ്. ഇവ രണ്ടുപേരും ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വ്യത്യസ്തതയൊന്നും അല്ല അല്ലെ, അവരെ തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷതയൊന്നും അല്ല, കാരണം രണ്ടുപേരും എന്താണ് ഭക്ഷിക്കുന്നുണ്ട്. സഞ്ചരിക്കുന്നുണ്ട്, മൂവ്മെന്റ്, അതും എന്താണ് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു, ലിവിങ് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. ഓക്കെ, വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലും ജീവിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഈ പറയുന്ന തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ അണ്ണാന് ഈ പറയുന്ന വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, കരയിൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എങ്കിലും നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. ശ്വസിക്കുന്നു, അതായത് ബ്രീത്തിങ്. അപ്പൊ അത് രണ്ടുപേരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തവളയെ അണ്ണാനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സ്പെഷ്യാലിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? യെസ്, മൂന്നാമത്തെ ഓപ്ഷൻ ആണ്, അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ശരീരത്തിന്റെ ആകൃതി മത്സ്യങ്ങൾക്ക് എങ്ങനെ സഹായകരമാകുന്നു? ഹൗ ഡസ് ദ ഷേപ്പ് ഓഫ് ദി ബോഡി ഹെൽപ്പ് എ ഫിഷ്? നമുക്കറിയാം ഫിഷിന്റെ ആകൃതി എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്, ഒരു ബോട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ. അതെന്തിനാണ് അതിനെ സഹായിക്കുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജലത്തിൽ സഞ്ചരിക്കുന്നതിന്, ടു മൂവ് ഇൻ വാട്ടർ. രണ്ടാമത് ആഹാരം സമ്പാദിക്കുന്നതിന്, ടു കളക്ട് ഫുഡ്. മൂന്നാമത് ശ്വസിക്കുന്നതിന്. നാലാമത് ഏത് കാലാവസ്ഥയിലും ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു ബോട്ട് ഷേപ്ഡ് ബോഡി അതിന് സഹായിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? യെസ്, ജലത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് സഹായിക്കുന്നത്. അപ്പൊ രണ്ട് ചോദ്യം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് ജീവിയാണ് കൂടുതൽ സമയവും വെള്ളത്തിൽ കാണപ്പെടുന്നത്? വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഓർഗാനിസം സ്പെൻഡ് മോർ ടൈം ഇൻ വാട്ടർ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കൂടുതൽ സമയം വെള്ളത്തിൽ ജീവിക്കുന്ന ആരാണ് എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ പാഠഭാഗം പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. എങ്കിലും നമുക്ക് എന്താണ്, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മുതല, ക്രൊക്കഡൈൽ ഉണ്ട്, കൊക്ക്, ക്രെയിൻ ഉണ്ട്, ആന, എലിഫന്റ് ഉണ്ട്, കാട്ടുപോത്ത്. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആരാണ് കൂടുതൽ സമയം വെള്ളത്തിൽ ജീവിക്കുന്നത്? ആരാണ് കൂടുതൽ സമയം വെള്ളത്തിൽ ജീവിക്കുന്നത്? യെസ്, മുതലയാണ്. അപ്പം 3 ചോദ്യത്തിനും നമ്മൾ അടിപൊളിയായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പ്രസ്താവനകൾ, അതായത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കിയാലോ. ലിവിങ് തിങ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അബയോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ, എയർ എറ്റ്സെട്ര. അതായത് ലിവിങ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവീയ ഘടകങ്ങളാണ്. ഈ ജീവീയ ഘടകങ്ങളൊക്കെ അജീവീയ ഘടകങ്ങളായ, അതായത് എബയോട്ടിക് ഫാക്ടേഴ്സ് ആയ മണ്ണ്, വായു എന്നിവയെ ആശ്രയിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. നമുക്കറിയാം ഈ പറയുന്ന ജീവനുള്ളവയെല്ലാം എന്താണ്? ജീവൻ ഇല്ലാത്ത എയർ, അതായത് വായുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവീയ ഘടകങ്ങൾ അജീവീയ ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ശരിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ മിസ് തെറ്റു ഇട്ടു. ഇനി അടുത്ത എന്താണ്? ഒരു ആവാസ വ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ നാശം ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. എന്താണ്? ദ ഡിസ്ട്രക്ഷൻ ഓഫ് എനി ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് ആൻ എക്കോസിസ്റ്റം എഫക്ട് ദ എക്കോസിസ്റ്റം അഡ്വേഴ്സ്ലി. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥയുടെ നാശം വേറൊരു ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നുണ്ടോ ഇല്ലയോ? ശരിയാണല്ലേ. ആ പ്രസ്താവന എന്താണ്? അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അത് ശരിയാണ് എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കും.
ഒരു കുളം എടുത്തോ, ആ ഒരു കുളം ഒരു എക്കോസിസ്റ്റത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ അല്ലെ. കുളത്തില് മീനുകളൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോട്ടെ ആ കുളത്തില് ഈ ചെറിയ ചെറിയ ജലസസ്യങ്ങളൊന്നുമില്ല. അങ്ങനെ ജലസസ്യങ്ങൾ ഇല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന മീനുകൾക്ക് എന്താണ്, ഈ ജലസസ്യങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം അവർക്ക് എന്താണ്, ആഹാരം വളരെ കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായും ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകും. ഇനി അടുത്തത് എന്താണ്, മണ്ണ്, ജലം, വായു എന്നിവ മലിനമാകുന്നത് ജീവികളെ ബാധിക്കുന്നില്ല. ശരിയാണോ? ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ പ്രസ്താവന എന്താണ് മക്കളെ, തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം, കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുവോ? ശരിക്കും പരിസ്ഥിതിക്ക് അത് ഗുണമാണോ ഉള്ളത്? കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റിന് ഗുഡ് ആണോ ബാഡ് ആണോ, ശരിയാണോ? ഈ ഒരു പ്രസ്താവന ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, ഇതൊരിക്കലും നമ്മുടെ പരിസ്ഥിതിക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവന എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതും നമുക്ക് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് എന്താണ് മക്കളെ, നാടിന്റെ വികസനം മുന്നിൽ കണ്ടാണ് വയൽ, കുളം എന്നിവ നികത്തുന്നതും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും. അത് ശരിയാണോ? നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ഈ പറയുന്ന എക്കോസിസ്റ്റംസ് ഒക്കെ നശിപ്പിക്കുന്നത്? അതായത് ഈ കുളം, അതുപോലെ തന്നെ വയൽ, അതൊക്കെ നശിപ്പിക്കുന്ന നാടിന്റെ വികസനത്തിന് വേണ്ടി മാത്രമാണോ? അല്ല, നമ്മുടെ വികസനത്തിന് വേണ്ടിയും, അതായത് നമുക്ക് വീട് വെക്കുന്നതിന് വേണ്ടി, നമുക്ക് ഫാക്ടറി കെട്ടിപ്പോക്കുന്നതിന് വേണ്ടി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇവിടെ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ കുറെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ആ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്ന് പറയുന്നത്, ആകെ നമുക്ക് ഒരെണ്ണം മാത്രമേ ശരിയായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഏതാണ്? നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ്. അതായത് ഒരാവാസ വ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ നാശം ആ ആവാസ വ്യവസ്ഥയെ മുഴുവനായിട്ട് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ കുട്ടി ക്ലാസ്സും എല്ലാ മക്കൾക്കും ഇഷ്ടമായി എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവായ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് and thank you so much.